ഗൈസ് അപ്പൊ നമ്മളൊരു സോംബി വേൾഡിൽ ഒരു ഷോപ്പ് തുടങ്ങാൻ പോവാണ്. ബാക്കി എന്താവെന്ന് കണ്ടു തന്നെ അറിയാം. ഓക്കെ ഗൈസ് കണ്ടോ, ഇതാണ് നമ്മുടെ ഷോപ്പ്. അപ്പൊ ആദ്യം നേരം നമ്മളോട് ഈ ഡോർ തുറന്ന് ഉള്ളിലോട്ട് കയറാനാണ് പറഞ്ഞേക്കണത്. ഓക്കെ, അങ്ങനെ ഡോർ ഞാൻ അങ്ങനെ തുറന്നിട്ടുണ്ട്. കണ്ടോ ഗൈസ്, നമ്മുടെ ഷോപ്പ് മൊത്തം അലങ്കോലായി എടുക്കാണ്. അപ്പൊ ഇതൊക്കെ നമുക്കുള്ള ഗൈസ് ഒന്ന് ക്ലീൻ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നണത്. അതെ ഗൈസ് കണ്ടോ, നമുക്ക് ഇവിടെ ആയിട്ട് ടു ഡു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെയുള്ള ഗൈസ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അപ്പൊ ആദ്യം നമുക്കുള്ള ഗൈസ് ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് തൂത്തു വരാം, അല്ലെങ്കിൽ നമ്മുടെ കാലും കയറി ചിലപ്പോ അതും പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗൈസ് ഈ ബ്രോക്കൺ വീലൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടിടുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അത് ഞാൻ അവിടെ കൊണ്ടിട്ടുണ്ട്. അടുത്ത ടയറും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ട്രാഷ് ബാഗ് കൊണ്ടിടാം. ലേസ്കു അത് ഞാൻ കൊണ്ടിട്ടുണ്ട്. പിന്നെ ഗൈസ് ഈ ഗെയിം അത്യാവശ്യം ഒരു കിടിലൻ ഗെയിമാണ്, നല്ല അഡിക്റ്റീവ് ഗെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും കളിച്ച് തന്നെ നോക്കാം. ഓക്കെ, അപ്പൊ ട്രാഷ് ബാഗുകൾ മൊത്തം ഞാൻ അങ്ങനെ ഡംസ്റ്ററിൽ കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടെയൊക്കെ ഒന്ന് തൂത്തു വരണം. ഓക്കെ, അപ്പൊ ഇതും കൂടി തൂത്തു വരി കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിന്റെ പണി ഏകദേശം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ലേസ്കു ഇതും കൂടി ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഗൈസ്. ഓക്കെ, അതും കൂടി ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണുള്ളത്? ഓ ഗൈസ്, ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതും കൂടി നമുക്ക് ആ ഡംസ്റ്ററിൽ കൊണ്ട് ഇടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ആ മിഷൻ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളോട് ഫൈൻഡ് ആൻഡ് എക്വിപ്പ് ദ ഹാമർ ഇൻ ദ സ്റ്റോർ. ഓക്കെ, ഓ ഗൈസ് ഇവിടെയാണ് ഹാമർ. അപ്പൊ അത് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ലേസ് ഗോ. അപ്പൊ ഇനി നമ്മളോട് ഓപ്പൺ ദ ഏതാണ് ജാമായ ഡോർ? ഇതാണോ ജാമായ ഡോർ? അല്ല ഗൈസ്, ഇതല്ല. ഇത് തുറക്കണേ നമുക്ക് ക്രോബർ വേണം. ഓക്കെ, അപ്പൊ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, ഇതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതങ്ങനെ തുറക്കാൻ പോവാണ്. ലെസ് ഗൈസ്, അത് ഞാൻ അങ്ങനെ തുറന്നിട്ടുണ്ട്. ഓ ഗൈസ്, ഇതാണ് നമ്മുടെ ബെഡ്റൂം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആദ്യം നമ്മളോട് ഇവിടെ നിന്ന് എന്തോ എടുക്കാൻ പറ്റുള്ള ഗൈസ്. ഓക്കെ, എന്തൊരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കാനാണ് പറഞ്ഞേക്കണത്. എന്നിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഗൈസ്? പുട്ട് ആൻ ഐറ്റം ഇൻ ടു ദ കാർഡ്ബോർഡ് ബോക്സ്. ഓക്കെ, എന്ത് സാധനമാണ്? ഓ, ക്യാനാണ് നമുക്ക് ഇതിനുള്ളിൽ കയറ്റേണ്ടത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ ക്യാൻ മൊത്തം ഞാൻ അങ്ങനെ കയറ്റാൻ പോവാണ്. ഓ ഗൈസ്, ഇത് ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളോട് ഈ ക്യാൻ കൊണ്ട് ഷെൽഫിൽ വെക്കണം. ഓ ഗൈസ്, നമ്മൾ ഈ ക്യാനുകളൊക്കെയാണ് സെല് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഞാൻ ഗൈസ് ഇതും കൂടി ഒന്ന് കയറ്റട്ടെ. ഓക്കെ, അത് മൊത്തം ഞാൻ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മളോട് പറഞ്ഞേക്കണത് നമ്മുടെ സ്റ്റോർ ഓപ്പൺ ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓ ഗൈസ്, പിന്നെ കണ്ടു നമ്മുടെ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ ടൈം നീങ്ങുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നട്ടെ ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ഷോപ്പ് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അല്ല ഗൈസ്, ഇവിടെ ആയിട്ട് കുറച്ച് ഗ്ലാസ് പൊട്ടി കിടക്കുന്നുണ്ട്. ഇതും കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ ഷോപ്പ്. പിന്നെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് എന്താ ഹോസ്പിറ്റലോ? ഓക്കെ, ഇതൊരു ഹോസ്പിറ്റലായിരുന്നു. എനിക്കറിയില്ല ഗൈസ്, എനിക്കറിയില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്യാനുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ അതിക്ക് എന്തായാലും നമുക്ക് പിന്നെ വരാം. അപ്പൊ ആയിരുന്നുള്ള ഗൈസ് ഞാൻ ഈ ഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ലെറ്റ്സ് ഗൈസ്, നമ്മുടെ ഷോപ്പ് ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ കസ്റ്റമറിനെ ഒന്ന് നോക്കട്ടെ ഗൈസ്. അല്ല ഗൈസ്, നമുക്ക് ക്യാനൊക്കെ പ്രൈസ് സെറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐറ്റം ഡീറ്റെയിൽസ്. ഓ ഗൈസ് കണ്ടു, ഇവിടെ നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓ, ഇതിൽ ക്യാഷ് അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്, ഇതിൽ ബാറ്ററി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ ശരിയാണ് ഗൈസ്, സോംബികളുള്ള വേൾഡിൽ എന്താണ് ക്യാഷ് ഒക്കെ അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ക്യാന്റെ കറന്റ് പ്രൈസ് ഞാൻ ഒരു 4 ആക്കിയിട്ടുണ്ട്. ഓക്കെ ലേസ്കു, അപ്പൊ ഞാൻ ആദ്യത്തെ കസ്റ്റമർ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഓ ഗൈസ്, ഇവിടെ കസ്റ്റമർ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കണ്ടോ ഗൈസ്, ഇവൻ ഈ പോസ്റ്റിൽ സ്റ്റക്കായി നിൽക്കാണ്. ഇല്ല ഗൈസ്, അവൻ അങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ. അപ്പൊ ഇതാണ് നമ്മുടെ സർവീസ് ഡെസ്ക്, അതായത് നമ്മുടെ ചെക്ക്ഔട്ട് കൗണ്ടർ. കണ്ടോ ഗൈസ്, ഇവിടെ ക്യാഷ് അല്ല, ഇവിടെ ബാറ്ററി ആണ്. ഓക്കെ, നോ, അവന് വേണ്ടെന്നാണ് പറഞ്ഞേക്കണത്. ഓ നോ ഗൈസ്, നമ്മളുണ്ടല്ലോ ഗൈസ്, നമ്മൾ ഈ പ്രൈസ് കൂട്ടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും 3 ഇട്ടുണ്ട്. 3 തന്നെയാണ് ആ ക്യാൻ പൂളിലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ ഗൈസ്, ദേ ഒരു ചേച്ചി ഓടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചേച്ചി എന്തായാലും എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓ ഗൈസ്, ഈ ചേച്ചി ഏതോ ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വന്നേക്കണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ ഗൈസ്, ഡ്രസ്സൊക്കെ ഇങ്ങനെ. ഓക്കെ, അങ്ങനെ ആ ചേച്ചി അങ്ങനെ ക്യാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്യാന് നമ്മൾ 3 ബാറ്ററി വെച്ചാണ് മേടിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ആക്സെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ ബാറ്ററി. ഓ, ഇത് നമ്മൾ വർക്ക് ചെയ്യില്ലോ നോക്കണം. ഓക്കെ, ലേസ് ഗോ. കണ്ടോ ഗൈസ്, ഇപ്പൊ നമ്മുടെ ടോട്ടല് വെറും 3 ബാറ്ററി ആയിട്ടുള്ളൂ. അപ്പൊ ഇതൊന്നും പോരാട്ടെ ഗൈസ്, നമുക്ക് ഇതിൽ കുറെ പരിപാടികൾ ചെയ്യാണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മാപ്പ് ഒക്കെ ഉണ്ട് ഗൈസ്. കണ്ടു, ഓ മാപ്പൊക്കെ ഇപ്പോഴാണ് ഗൈസ് അൺലോക്ക് ആവണത്. ഓക്കെ, അപ്പൊ ഇതിക്കൊക്കെ നമുക്ക് എന്തായാലും പിന്നെ വരട്ടെ ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ഇവനും കൂടി ഞാനൊന്ന് ഡീലാക്കട്ടെ. ലേസ്കു. ഓ ഗൈസ്, നമ്മളിങ്ങനെ ബാറ്ററി ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഇമാര് നമുക്ക് പൊട്ട ബാറ്ററി ഒക്കെ വരും, എന്നിട്ട് നമ്മൾ പറ്റിക്കാനൊക്കെ നോക്കും. അതും നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. പിന്നെ ഗൈസ്, നമുക്ക് അടുത്തൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. പേ ദ സിറ്റി ഗാർഡ് 125 ബാറ്ററീസ് ടു ഗെയിൻ ആക്സസ് ടു ദ സിറ്റി വിയ ദ വേൾഡ് മാപ്പ്. ഓക്കെ, അപ്പൊ നമുക്കുള്ള ഗൈസ് ഈ ഗേറ്റ് ഉണ്ടല്ലോ, ഈ സിറ്റി ഗേറ്റ്, ഇത് അൺലോക്ക് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് അൺലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് $125 വേണം. സോറി, ബാറ്ററി വേണം. ഓക്കെ, അപ്പൊ നമുക്ക് 125 ബാറ്ററി കളക്ട് ചെയ്തിട്ട് വേണം ഗൈസ് നമുക്ക് ആ ഗേറ്റ് അങ്ങനെ അൺലോക്ക് ആക്കാനായിട്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. എനിക്കറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ ഗൈസ്, നമുക്കൊരു ക്രോബാർ കിട്ടുകയാണെങ്കിൽ ഇവിടെ അൺലോക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ചെയിൻസ് ഉണ്ടെങ്കിൽ ഇവിടെ അൺലോക്ക് ചെയ്യാം. ഇത് ഏതൊരു ഗാരേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ഗൈസ്, ഇത് ഹോസ്പിറ്റൽ എന്നല്ല പറഞ്ഞത്. അതെ ഗൈസ്, അത് ഹോസ്പിറ്റലാണ്. ഓക്കെ, അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓ ഗൈസ്, ഇത് ഏതാണ് മിലിറ്ററിക്കാരൻ. ഓക്കെ, അല്ല ഗൈസ്, ഇത് മിലിറ്ററിക്കാരനല്ല, ഇവനേതോ ക്യാമ്പിലുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ ഗൈസ്, എന്തോ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ ലെസ്കോ, അപ്പൊ ഞാൻ എന്തായാലും ഇവനൊരു ക്യാൻസൽ ചെയ്യട്ടെ. ഓക്കെ ലെസ്കോ, അപ്പൊ ഇപ്പൊ നമ്മുടെ ടോട്ടൽ ഉള്ള ഗൈസ് വെറും 9 ബാറ്ററി ആയിട്ടുള്ളൂ. പിന്നെ ഗൈസ് സൈഡിലായിട്ട് എന്തോ 0% കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ റെപ്യൂട്ടേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങനെ ഓരോ കസ്റ്റമർക്ക് നല്ലത് ചെയ്യുമ്പോൾ അവന്മാര് തരുന്ന റേറ്റിംഗ്
ആണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഷോപ്പിക്ക് അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടെയാണ് നമുക്ക് സ്ലീപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, നമുക്ക് ഇവിടെയാണ് സ്ലീപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവനൊരു ക്യാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവനും കൂടി ഞാനൊന്ന് പറഞ്ഞയക്കട്ടെ ഗൈസ്. ലേറ്റ്സ് ഗോ. അപ്പൊ ഞാനുള്ള ഗൈസ് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓ ഗൈസ് കണ്ടു, ഈ കാറിന്റെ ബാക്കിലിട്ട് ഡിക്കി ഉണ്ട്. ഇത് നമുക്ക് തുറന്നു നോക്കാം. ഓ ഗൈസ് ഇതിൽ നമുക്ക് ക്യാൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ലേസ്കു 4 ക്യാൻ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തുകൊണ്ട് പോവാം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് ആ കാർഡ്ബോർഡ് ബോക്സ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതാണ് കുറച്ചുകൂടി നല്ലത്. അതാവുമ്പോ പെട്ടെന്ന് തന്നെ പണി തീരില്ല ഗൈസ്. ഓക്കെ, ഇവനും കൂടി ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ ഗൈസ്. ഓക്കെ ലേസ്കോ ഇത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ബാറ്ററി. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് ആ 4 ടിന്ന് നമുക്കൊന്ന് എടുത്തിട്ട് വരാം. ഓക്കെ ലേസ്കോ ഈ 4 ടിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടെയൊക്കെ കണ്ടോ എന്തൊക്കെയോ തിളങ്ങുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ലേസ്കോ നമുക്ക് എന്താണ് കിട്ടത്? ഓ ഗൈസ് നമുക്കൊരു വേറൊരു കാർഡ്ബോർഡ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഓ അതെന്തായാലും നന്നായി ഗൈസ്. നമുക്ക് എന്തായാലും നല്ല യൂസ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓ ഗൈസ് 2 കസ്റ്റമറോട് വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഗൈസ് ഇവരൊന്ന് വേഗം പറഞ്ഞേക്കട്ടെ. ഓക്കെ ലേസ്കോ അടുത്ത കസ്റ്റമർ ലേസ്കോ. പിന്നെ ഗൈസ് നമുക്ക് ഈ ബാറ്ററി ഡയറക്റ്റ് ചെക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വെക്കാൻ പറ്റും. ഇല്ല ഗൈസ്, നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം കേട്ടോ, അല്ലാണ്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ് അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്. ഇവനെന്താണ് കസ്റ്റമർ 160 ബാറ്ററി ഫോർ 1 ബിയറോ. 16 ബാറ്ററി അങ്ങോട്ട് കൊടുത്തവൻ ഒരു ബിയർ ഇങ്ങോട്ട് തരും. വേണ്ട 16 ബാറ്ററി അത് ഇത്തിരി കൂടുതലല്ല ഗൈസ്. അത് വേണ്ട. ആ 16 ബാറ്ററി കിട്ടാൻ നമുക്ക് എത്ര ടൈം എടുക്കേണ്ടി വരും? അല്ല ഗൈസ് ഈ കാർഡ്ബോർഡ് ബോക്സ് നമ്മൾ എന്തിനാ കൊണ്ടുപോകണം? ഇതല്ല കൊണ്ടുപോകണ്ടേ, അവിടെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ട്, അതാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ ലെസ്കോ അത് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനുള്ള ഗൈസ് ഈ ഷെൽഫ് ഒന്ന് ഫില്ല് ചെയ്യട്ടെ. ഓക്കെ ലെസ്കോ അത് ഞാൻ അങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇതേപോലെ കുറെ സംഭവങ്ങൾ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ കൊണ്ടുവന്നില്ല ഗൈസ് ബീറൊക്കെ കണ്ടോ ഗൈസ്. അടുത്ത ആള് വേറെ ബീർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇവന്റെ നമുക്ക് മേടിക്കണം ഗൈസ്. ഇവന്മാരൊക്കെ 16 ബാറ്ററിയാണ് പറയണത് ഒരു ബീറിന്. അപ്പൊ നമുക്ക് എന്തായാലും മേടിച്ച് നോക്കണം ഗൈസ്. എന്തായാലും നമുക്ക് മേടിച്ച് നോക്കിയേക്കാം. കണ്ടോ ഗൈസ് ഇവൻ 15 ബാറ്ററിയാണ് പറഞ്ഞത്. ഇനി കുറേ നോക്കാം ഗൈസ്. ഒരു 10 ബാറ്ററിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും മേടിക്കട്ടെ ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ സ്കിൽ പോയിന്റ് അൺലോക്ക് ചെയ്യാനായിട്ട്. ഓക്കെ ലേസ്കോ അപ്പൊ ഞാൻ എന്തായാലും ഇതെന്താണ് ഗൈസ് 10% ഇൻക്രീസ് റെപ്യൂട്ടേഷൻ പെർ സെയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ചെയ്താൽ ഗൈസ് ഇത് ചെയ്യണമെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഗൈസ് ഇവിടെ കണ്ടു സർവൈവല്, അതേപോലെ മാനേജ്മെന്റ്, ക്രാഫ്റ്റിംഗ്. ഓക്കെ, അപ്പൊ ഇതൊന്നും എനിക്ക് അറിയില്ല. ഇതിലേക്കൊക്കെ നമുക്ക് വഴിയെ വരാം. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ റെപ്യൂട്ടേഷന്റെ ചെയ്യാൻ പോകണം. ഓക്കെ, അത് ഞാൻ അങ്ങനെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ലേസ് ഗോ. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് നമ്മുടെ റെപ്യൂട്ടേഷൻ 0 ഇന്ന് കൂടുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ലേസ് ഗോ. അല്ല ഗൈസ് ഷോപ്പ് അടയ്ക്കാറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ 7 മണി ആവാറായിട്ടുണ്ട്. അല്ല ഗൈസ് ഒരുത്തനും കൂടി വരുന്നുണ്ട്. ഇവനും കൂടി പോയിട്ട് നമുക്ക് ഈ ഷോപ്പ് ക്ലോസ് ചെയ്യാം. അതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ലേസ് ഗോ. ഇവൻ നമ്മുടെ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഓക്കെ വേഗം എടുത്തോളൂ ലേസ് ഗോ. അവൾ അങ്ങനെ ഒരു ക്യാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവളും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഈ ഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാട്ടെ ഗൈസ്. ഗൈസ് ഈ ബാറ്ററി കംപ്ലൈന്റ് ആണ്. എടി കള്ളി എന്നെ പറ്റിക്കാൻ നോക്കണം നീ. ഓക്കെ, അപ്പൊ ഞാൻ ഇത് പിന്നിലിട്ടിട്ട് ഈ അൾട്രാ നമ്മളോട് പ്രസ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. ഓക്കെ പ്രസ് ചെയ്തിട്ടുണ്ട്. ലേസ് ഗോ. ഗൈസ് ഇവള് പാവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവള് നാളെ വന്ന് ബാറ്ററി തരാന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ ഞാൻ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യാൻ പോകണം ഗൈസ്. ഇവളൊക്കെ ഭയങ്കര പാവാന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ ലേസ് ഗോ. എന്തായാലും നാളെ വരുന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കട്ടെ ഗൈസ്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ ലേസ് ഗോ. ഞാൻ നമ്മുടെ ഡോർ അടച്ചിട്ടുണ്ട്. എന്നിട്ടുള്ള ഗൈസ് നമ്മുടെ ഷോപ്പ് ഞാൻ അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പോയി ഉറങ്ങാട്ടെ ഗൈസ്. ലേസ് ഗോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കണ്ടോ ഗൈസ് ഇപ്പൊ നമുക്ക് ടോട്ടൽ ലോസ് 0 ആണ്. ഓക്കെ അത് കുഴപ്പമില്ല, അത് സെറ്റ് ആണ്. എന്നും ഇങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ എന്തായാലും നെക്സ്റ്റ് ഡേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ട ഗൈസ്. ഓക്കെ ഗൈസ് അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലേറ്റ്സ് ഗോ. ഇതാരാണ് ഗൈസ്? ഇതാരാണ്? സോംബികൾ വന്നു എനിക്ക് തോന്നുന്നത്. ഗൈസ് സോംബി വന്നിട്ടുണ്ട്. ഗൈസ് സോംബി വന്നിട്ടുണ്ട്. അപ്പൊ ഈ സോംബിനെ നമ്മൾ കൊല്ലണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് നമ്മളെ ഹാമർ എടുക്കണം. ഓക്കെ ലേറ്റ്സ് ഗോ. ചാവട. ഓക്കെ ചാവട. ഗൈസ് ഒരു കടി കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് ഒരു കടി കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഇതേതാണ് ഈ കൊച്ചു പയ്യൻ. അവൻ നമ്മുടെ ഷോപ്പിക്ക് വന്നിട്ട് ഓടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സോംബിയുടെ ബോഡി നമ്മൾ സെർച്ച് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്തോ ബാൻഡേജ് കിട്ടിയിട്ടുണ്ട്. 2 ബാൻഡേജ് കിട്ടിയിട്ടുണ്ട്. ലേസ്കോ 2 ബാൻഡേജ് അതുപോലെ 12 ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ഓക്കെ ലേസ്കോ. അപ്പൊ സോംബികളൊക്കെ വരാണെങ്കിൽ നമുക്ക് എന്തായാലും കൊന്നിട്ട് അവന്മാരെ സെർച്ച് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് കുറെ ബാറ്ററി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ലേസ്കോ. അപ്പൊ ഐറ്റം ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ഗൈസ് ഒരു ബാൻഡേജിന് $15 വെച്ച് കിട്ടും. ഗൈസ് അത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ഗൈസ് ഇതൊന്ന് സെല് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ലേസ്കോ. ഇത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ഡോറ് പൊളിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് നമുക്ക് റിപ്പയർ ചെയ്യണ്ട ഗൈസ്. അല്ല ഗൈസ് അതിനുമുമ്പ് നീടെ ജോബ്. ഗൈസ് ഇത് ആ പയ്യനല്ലേ ആ സോംബിനെ പേടിച്ച് ഓടി വന്നവൻ റോബിൻ. അപ്പൊ ഇവന് നമുക്ക് എന്തോ ജോബ് ചെയ്യാന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ ലെറ്റ്സ്. അപ്പൊ നമുക്ക് എന്തായാലും സെൻഡ് ഹോം ഷോ വേൾഡ്. ഓക്കെ ഷോ വേൾഡിൽ പോയി കഴിഞ്ഞാൽ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും 125 ബാറ്ററി കൊടുക്കണം. അതെന്തായാലും നടക്കൂല. പിന്നെ ഇവിടെ എന്താണ് ഗൈസ് അപ്പൊ നമുക്ക് ഉണ്ടല്ലോ ഈ റോബിൻ എന്ന് പറഞ്ഞ പയ്യനെ ഇവിടേക്ക് പറഞ്ഞയച്ച് ഇങ്ങനത്തെ ലൂട്ടുകളൊക്കെ കളക്ട് ചെയ്തിട്ട് വരാൻ പറ്റും. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇവൻ അങ്ങോട്ട് പറഞ്ഞയക്കാൻ പോണ്ട ഗൈസ്. അപ്പൊ 6 ബാറ്ററി കൊടുത്തു കഴിഞ്ഞവൻ അവിടെ പോയിട്ട് എന്തൊക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതേ ഗൈസ് ആ പയ്യൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ എന്താ ഗൈസ് ഇവിടെ നമുക്ക് റിപ്പയർ ചെയ്യണം. ഓക്കെ അപ്പൊ ഞാനൊന്ന് റിപ്പയർ ചെയ്യട്ടെ ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ അപ്പൊ നമ്മുടെ മെയിൻ ഡോർ ഞാൻ അങ്ങനെ റിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ ലെറ്റ്സ് ഗോ. അത് ഞാൻ അങ്ങനെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇത് തുറന്നിട്ട് നമ്മുടെ ഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ ഒരു ബാൻഡേജ്
പോകണമെങ്കിൽ ഗൈസ് നമുക്ക് ഏകദേശം 15 ബാറ്ററി വെച്ച് കിട്ടും. ഓക്കെ കണ്ടോ ഗൈസ് നമ്മുടെ റെപ്യൂട്ടേഷൻ 2% ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുള്ള ഗൈസ് ഒരു 50%ന്റെ മുകളിലാക്കണം. അത് ഇന്നാക്കാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യട്ടെ ഗൈസ്, നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഇത് അത്യാവശ്യം ഒരു കിടിലൻ ഗെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ പിന്നെ ഗൈസ് ഇവിടെ എന്തോ സെർച്ച് ചെയ്യാൻ പറയുന്നത്. ഓ ഗൈസ് നമുക്ക് എക്സ്ട്രാ കാർഡ്ബോർഡ് ബോക്സ് ഇനിയും കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതും കൂടി ഞാൻ സെർച്ച് ചെയ്യട്ടെ ഗൈസ്. ലെറ്റ്സ് ഗോ. അത് ഞാൻ അങ്ങനെ സെർച്ച് ചെയ്ത് അടുത്തൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇത് നമുക്ക് എന്തായാലും നമ്മുടെ ഇവിടെ തന്നെ കൊണ്ടുവെക്കട്ടെ ഗൈസ്. ഇപ്പൊ നമ്മുടെ ടോട്ടൽ 3 കാർഡ്ബോർഡ് ബോക്സ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് 3 ആയിട്ടുണ്ട്. എന്താണ് ഗൈസ് കസ്റ്റമേഴ്സ് വരാത്തത്? ഓ ഗൈസ് ഒരുത്തം വന്നിട്ടുണ്ട്. ഓക്കെ ഇവനെങ്കിലും ആ ബാൻഡേജ് എടുത്താൽ മതിയായിരുന്നു. എന്നിട്ട് വേണം ഗൈസ് നമുക്ക് വേഗം തന്നെ ഈ സിറ്റി ഗേറ്റ് അൺലോക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അത് അൺലോക്ക് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് കുറെ അധികം ലൂട്ടൊക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇല്ല ഇതിന്റെ ഉള്ളൊന്നുമില്ല. ഓക്കെ ഗൈസ് ഇവൻ അങ്ങനെ ഒരു ടീൻ എടുത്തിട്ടുണ്ട്. ലേസ് ഗോ. അപ്പൊ ഞാൻ എന്തായാലും ഇവന്റെ ഒരു 3 ബാറ്ററി മേടിച്ചിട്ട് ഇവനൊന്ന് പറഞ്ഞേക്കട്ടെ ഗൈസ്. ഓക്കെ ലേസ് ഗോ. അപ്പൊ ഗൈസ് ഇപ്പോഴും ലൈക്ക് അടിക്കാത്ത കൂട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചേക്കാം. അതേപോലെ സബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ് കൊണ്ട് ചെയ്തേക്കാം. ഓ ഗൈസ് ദേ നമ്മുടെ റോബി വന്നിട്ടുണ്ട്. എന്തോ പാക്കേജ് കൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ അപ്പൊ നമ്മളോട് പറഞ്ഞത് ഈ പാക്കേജ് ഓപ്പൺ ചെയ്യാനാണ്. അതാണ് നമ്മുടെ ഓ ഗൈസ് ഒരു സോംബി. ലെറ്റ്സ് ഗോ. എന്റെ കസ്റ്റമറിനെ തൊടോടാ പോടാ പോടാ പോടാ. ഗൈസ് സോംബികൾ സീനാട്ടോ ഗൈസ്. ഞാൻ എന്തായാലും ഇവന് സെർച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഇവന് സെർച്ച് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവമൊക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. നോ ഗൈസ് ഒന്നും കിട്ടി. നമുക്ക് മെറ്റൽ സ്ക്രാപ്പ് കിട്ടിയിട്ടുണ്ട്. മെറ്റൽ സ്ക്രാപ്പ് അതേപോലെ തന്നെ ഒരു ബാറ്ററിയോ അയ്യ ഗൈസ് ഒരു ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് എന്തോ ഒരു ലെവലപ്പും കൂടി വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും പിന്നെ ചേട്ടാ ഗൈസ്. ആദ്യം ഞാൻ ഗൈസ് ഇവിടെ ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവനെ ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ. എന്നിട്ട് നമുക്ക് ആ പാക്കേജ് ഓപ്പൺ ചെയ്യട്ടെ ഗൈസ്. ലേറ്റ്സ് ഗോ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ മിഷൻ എന്ന് പറയുന്നത് ഇവൻ കൊണ്ടുവന്ന പാക്കേജ് അൺലോക്ക് ചെയ്യാനാണ്. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കട്ടെ. ഗൈസ് നമുക്കൊരു ബീർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ബീറിന് അത്യാവശ്യം നല്ല പൈസയാണ് ഗൈസ്. ബീറിന് എത്രയാണ്? ബീറിന് $15. ഓക്കെ അപ്പൊ എന്തായാലും ബീർ അവിടെ ഇരുന്നോട്ടെ. ഗൈസ് ഇവൻ ബാൻഡേജ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള ഗൈസ് 15 ബാറ്ററി. ലേസ്കോ ഗൈസ് നമുക്ക് 15 ബാറ്ററി. ഊനു ഗൈസ് ഒരു സോംബി. ലേസ്കോ ഗൈസ് ഇത് സീനാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ഊനു ഗൈസ് നമ്മുടെ ഒരു കസ്റ്റമറിനെ കൊന്നു കളഞ്ഞ്. അപ്പൊ നമ്മുടെ റെപ്യൂട്ടേഷൻ ഇപ്പൊ കുറയുന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനെന്നുള്ള ഗൈസ് ഇവനെ സെർച്ച് ചെയ്തിട്ട് വേഗം എന്റെ ബോഡി ഇടുന്ന് മാറ്റട്ടെ. അല്ലെങ്കിൽ വേറെ ആരും കാണാണെങ്കിൽ ഗൈസ് എന്തായാലും പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് 12 ബാറ്ററി അതന്നെ റോപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ നല്ല പൈസയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഓക്കെ ഞാൻ എന്തായാലും ഈ സോംബിയുടെ ഡെഡ് ബോഡി കൂടി ഒന്ന് മാറ്റട്ടെ വേഗം തന്നെ. ഗൈസ് ഈ ബാൻഡേജ് അവൻ കൊണ്ടുപോയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല ഗൈസ് പൈസ അവൻ തന്നെ, പക്ഷെ അവൻ ബാൻഡേജ് കൊണ്ടുപോയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഗൈസ് അവൻ പേടിച്ചു. ഗൈസ് അടുത്ത സോംബി നോ നമ്മുടെ കസ്റ്റമേഴ്സിനെ കൊല്ലല്ലേ. ഓക്കെ ഗൈസ് അവന് ഞാൻ നിർത്തിട്ടുണ്ട്. ഗൈസ് ഇവന്മാര് സീനാട്ട ഗൈസ്. ഇവന്മാരെ നമ്മൾ നോക്കിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ കൊന്നുകളയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു ഗൺ പൗഡർ കിട്ടിയിട്ടുണ്ട്. ഗൺ പൗഡറിന് നല്ല പൈസ എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഞാൻ എന്തായാലും ഇവന്മാരെ വേഗം കൊണ്ട് നമ്മുടെ ഡംസ്റ്ററിൽ കൊണ്ടുവരട്ടെ. ഓക്കെ ലേസ്കോ. അപ്പൊ ഇനിയുള്ള ഗൈസ് ഇവിടെ ഗൺ പൗഡർ അതേപോലെ സംഭവമൊക്കെ ഉണ്ട്. അതിന് മുമ്പ് ഗൈസ് ഇവിടെ കസ്റ്റമർ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗൈസ് അടുത്ത സോംബി വരുന്നത്. ഗൈസ് ഈ സോംബികൾ മൊത്തം സീനാട്ട ഗൈസ്. ഞാൻ വേഗം തന്നെ ഇത് കൊടുത്തിട്ട് ആ മരുന്ന് അടിക്കട്ടെ. ഓക്കെ ലേസ്കോ. ചവട. ഓക്കെ ഗൈസ് അവനെ ഞാൻ അങ്ങനെ കൊന്നിട്ടുണ്ട്. കണ്ടോ ഗൈസ് നമ്മുടെ ചോപ്പിക്കുന്ന ഒരാൾ പേടിച്ചോടിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ എടുക്കുക. ഞാൻ എന്തായാലും ഈ കസ്റ്റമറിനെ ഒന്ന് പറഞ്ഞേക്കട്ടെ. ഞാൻ എന്തായാലും ഇവളും കൂടി ഒന്ന് പറഞ്ഞേക്കട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് ആ ഡെഡ് ബോഡി ഒക്കെ ഒന്ന് മാറ്റാം. ഓക്കെ ലെസ്കോ. അതിന് മുമ്പ് ഗൈസ് ഞാൻ ഈ റോപ്പ് നമുക്കൊരു ഹാമർ കിട്ടിയിട്ടുണ്ട്. ഈ ഹാമർ നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ഗൈസ് കണ്ടു. ഇത് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അല്ല റോപ്പ് നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല. ഓക്കെ റോപ്പ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഗൈസ് റോപ്പ് അവിടെ വെക്കാൻ പറ്റില്ല. ഓക്കെ പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഗൺ പൗഡർ. ഓക്കെ അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഞാൻ ഈ സോംബിനും കൂടി ഒന്ന് ഇവിടെ നിന്ന് കൊണ്ടുവരട്ടെ. നമ്മുടെ റോബി വന്നിട്ടുണ്ട്. ഓക്കെ ലേസ്കോ. അപ്പൊ ഞാൻ എന്തായാലും റോബിന്റെ പാക്കേജിൽ എന്താ നോക്കട്ടെ. ഗൈസ് നമുക്കൊരു വോൺ ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അത് ഞാൻ 2 എടുത്തിട്ട് ഇവിടെ നിന്ന് കൊണ്ടുവയ്ക്കട്ടെ. ഗൺ പൗഡറിന് 18 വെച്ച് കിട്ടും. അപ്പൊ ഈ ക്ലോത്തിന് എത്ര വെച്ച് കിട്ടും? ക്ലോത്തിന് 4 വെച്ച് കിട്ടുള്ളൂ. ഓക്കെ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ഒരു കസ്റ്റമറിനെ സോംബി കൊന്ന്. അപ്പൊ ഞാൻ എന്തായാലും സോംബിനെ ഒന്ന് കൊല്ലട്ടെ ഗൈസ്. ലേസ്കോ അവനെ ഞാൻ കൊന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗൈസ് ഇവനെ സെർച്ച് ചെയ്തിട്ട് ഇവനൊന്ന് ഡംസ്റ്ററിൽ കൊണ്ടുവരട്ടെ. ഗൈസ് അടുത്ത സോംബി വരുന്നേ. ചാവട. ലേസ്കോ ഗൈസ് അവനും കൊന്നിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഗൈസ് നമുക്ക് ഇവനെ സെർച്ച് ചെയ്യണമെങ്കിൽ ഇവന്റെ എന്തെങ്കിലും കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് ആ എടുക്കുന്നത് ഒരു ബാറ്റ് അല്ലേ? അപ്പൊ അതൊരു വെപ്പണാണ് ഗൈസ്. അപ്പൊ ഇത് നമുക്ക് എക്യൂപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് കണ്ടു ഗൈസ് ഇപ്പൊ നമുക്ക് ബാറ്റ് കിട്ടിയിട്ടുണ്ട്. ലേസ് ഗോ. അപ്പൊ ഇനി നമുക്ക് ഗൈസ് സോംബികളൊക്കെ പെട്ടെന്ന് തന്നെ അടിച്ച് കൊല്ലാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇവന്മാരൊന്നും കൊണ്ട് നമ്മുടെ ഡംസ്റ്ററിൽ ഒന്ന് കൊണ്ടിട്ടെ ഗൈസ്. ഇവനെ ഞാട്ടുണ്ട്. ഗൈസ് അടുത്ത സോംബി വരുന്നേ. ഗൈസ് ഇവന്മാർ ഇങ്ങനെ പെട്ടെന്ന് വന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇത് വെച്ച് നമുക്ക് 2 അടിക്ക് ഇവന്മാരെ കൊല്ലാൻ പറ്റും. ഗൈസ് ഇനി നമുക്ക് വെറും 25 HP ഉള്ളൂ. ഓക്കെ ലെറ്റ്സ് ഗോ. ചാവട. ഗൈസ് അടുത്ത ആള് വരുന്നേ. ഗൈസ് നമ്മളിപ്പോ ഡെഡ് ആവുന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. ചാവട. ഓക്കെ ഗൈസ് അത്രേ ഉള്ളൂ. ഗൈസ് ദേ ഒരു കസ്റ്റമർ വരുന്നേ. നമ്മുടെ ഷോപ്പ് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും ക്ലോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ഉറങ്ങാം. ഇവര് ഭയങ്കര ക്ഷീണാണ്. അത് മാത്രമല്ല ഗൈസ് നമ്മുടെ HP കണ്ടോ 25 HP ആണ്. അതാണ് ഗൈസ് സീൻ. ഗൈസ് കണ്ടു ഇന്നത് നമ്മുടെ ടോട്ടൽ ലോസ് 18 ബാറ്ററിയാണ്. അതേപോലെ നമുക്ക് റവന്യൂ 89 ഉണ്ട് ഗൈസ്. അതുകൊണ്ട് സീനില്ല. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ 3ാമത്തെ ഡേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ് അങ്ങനെ 3ാമത്തെ ഡേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ എന്തോ ഉണ്ടല്ലോ ഗൈസ്. വെൽക്കം ടു മൈ സ്റ്റോർ. ഓക്കെ അപ്പൊ ഗൈസ് അതിൽ പറഞ്ഞ
കൊടുക്കണം എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്, ജസ്റ്റ് ട്യൂട്ടോറിയലൊക്കെയാണ്, നമുക്ക് ക്രാഫ്റ്റ് ചെയ്യേണ്ടതും അതേപോലെ സംഭവമൊക്കെയാണ്. അപ്പൊ അതിക്കൊക്കെ നമുക്ക് എന്തായാലും പിന്നെ വരട്ടെ ഗൈസ്. അപ്പൊ ഞാനുള്ള ഗൈസ് ആദ്യം തന്നെ ഇവന്മാരൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് ഇവന്മാരൊന്ന് തട്ടട്ടെ ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് കുറെ മെറ്റൽ സ്ക്രാപ്പ് സംഭവമൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കൊരു ക്രോബാർ കിട്ടുകയാണെങ്കിൽ സെറ്റ് ആയിരുന്നു. നമുക്ക് ആ പുതിയ ഏരിയ അൺലോക്ക് ആയിരുന്നു. പക്ഷെ ക്രോബാർ എങ്ങനെയാണ് ഗൈസ് കിട്ടണത്? നമുക്ക് എന്തായാലും നോക്കാം ക്രോബാർ കിട്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ ലെറ്റ്സ് ഗോ. ഇവന് ഞാൻ കൊണ്ടുവരട്ടെ. പിന്നെ ഗൈസ് അവിടെ ആയിട്ടൊരു കസ്റ്റമർ ഡെഡ് ആയി കിടക്കുന്നുണ്ട്, അവനും കൂടി ഞാനൊന്ന് കൊണ്ടുവരട്ടെ ഗൈസ്. ഓക്കെ ഇവനെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ താഴെയായിട്ട് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് മൊത്തം നമുക്ക് നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിലാക്കാനുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് ഇവനൊരു പാക്കേജ് കൊണ്ടുവന്നിട്ട് ഇതിൽ നമുക്ക് ഗൈസ് ക്യാൻ ആണ് കിട്ടിയിരിക്കുന്നത്. ക്യാൻ ഒന്നും വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആദ്യമുള്ള ഗൈസ് ആദ്യം നമുക്ക് ആ റോപ്പും അതേപോലെ തന്നെ ഗൺ പൗഡർ ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ ഗൈസ് ഒരു ഗൺ പൗഡർ അതേപോലെ തന്നെ ക്ലോത്ത് പിന്നെ റോപ്പ്. ഓക്കെ ഇത് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ എവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ ഗൈസ് നമുക്കൊരു വീണ്ടും ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ക്യാൻ എടുത്തേക്കട്ടെ ഗൈസ്. ഓക്കെ ക്യാൻ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗൈസ് ഇതൊന്നും ഇവിടെ കയറ്റട്ടെ. ലേറ്റ്സ് ഗോ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കൂടി കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട്, നമ്മുടെ മെറ്റൽ സ്ക്രാപ്പ് അതേപോലെ തന്നെ ബീർ ബോട്ടിൽ. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സംഭവം മൊത്തം നമുക്ക് ഇവിടെ കയറ്റേക്കാം. ഗൈസ് നമ്മുടെ 2 മെറ്റലും കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ് ഇത് ഇവിടെ കയറ്റാൻ പറ്റില്ല. നമുക്കുള്ള ഗൈസ് ഇതേപോലത്തെ ഷെൽഫ് ഇനിയും ബിൽഡ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഗൈസ് ബിൽഡ് ചെയ്യണത് എനിക്ക് അറിയില്ല. ഗൈസ് നമുക്ക് ഇവിടെ ലെവലപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഏത് ചെയ്യണം ഗൈസ്? നമുക്ക് ഇൻക്രീസ് സെർച്ചിങ് ആൻഡ് ലൂട്ടിംഗ് സ്പീഡ്. ഓക്കെ ഇത് ചെയ്തേക്കാം. ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻക്രീസ് മെൽ വെപ്പൺ സ്ലോട്ട്. ഓക്കെ ഇതും കൂടി ചെയ്തേക്കാം. ഗൈസ് നമുക്ക് ഇത് ചെയ്യരുത്. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് 10 XP കൂടുതൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ മാനേജ്മെന്റ് അതേപോലെ ക്രാഫ്റ്റിംഗ് അതിലേക്കൊക്കെ നമുക്ക് എന്തായാലും പിന്നെ വരട്ടെ ഗൈസ്. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇവനൊന്ന് പണിക്ക് പറഞ്ഞേക്കട്ടെ. ഇപ്രാവശ്യമുള്ള ഗൈസ് നമുക്ക് ടണലിലേക്ക് വിടണം. നമുക്ക് ഔട്ടർ സിറ്റിക്ക് വിട്ടേക്കാം. ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് ക്രോബാർ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇവനെ ഇവിടേക്ക് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. എടാ മോനെ പോയിട്ട് ക്രോബാർ എന്നെ കൊണ്ടുവരണേ. ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ഷോപ്പ് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മുടെ 3ാമത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇന്നുള്ള ഗൈസ് കുറെ അധികം കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നതാണ് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പൊ നമ്മുടെ റെപ്യൂട്ടേഷൻ കണ്ട ഗൈസ് വെറും 3% ആയിട്ടുള്ളൂ ഗൈസ്. ഇത് സീനാന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ റെപ്യൂട്ടേഷൻ ഒക്കെ കൂട്ടാനായിട്ട്, റെപ്യൂട്ടേഷൻ കൂട്ടിയാലാണ് ഗൈസ് നമ്മുടെ സ്റ്റോറിക്ക് കുറെ കസ്റ്റമേഴ്സ് ഒക്കെ വരുള്ളൂ. ഓക്കെ ലേറ്റ്സ് ഗോ. അപ്പൊ ഞാൻ എന്തായാലും ഒരു കസ്റ്റമർ വരെ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഗൈസ്. പിന്നെ ഗൈസ് നമുക്ക് നമ്മുടെ ബെഡ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ബെഡ് അപ്ഗ്രേഡ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു റേഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ അതേപോലെ കുറെ സംഭവം ഉണ്ട് കണ്ടോ ഗൈസ്. ഇവിടെ നമുക്ക് എന്തോ അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ കോപ്പർ പൈപ്പും ടാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ബാസ്കറ്റ് സ്റ്റാൻഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഷോപ്പിക്ക് ആദ്യത്തെ കസ്റ്റമർ വന്നിട്ടുണ്ട്. ഗൈസ് ഇവൻ എന്തോ ക്യാൻ കൊണ്ടുവരാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഇവൻ നമുക്ക് ഗൈസ് ഇവന്റെ ഒരു ക്രോബാർ ഉണ്ട്. അപ്പൊ ഇവനെ കൊല്ലാണെങ്കിൽ നമുക്ക് ക്രോബാർ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒന്നും ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു കാര്യം ഗൈസ് നമുക്ക് ഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അവനൊന്ന് കൊല്ലാം. ഓക്കെ ലെറ്റ്സ് ഗോ. അങ്ങനെയാണെങ്കിൽ ഗൈസ് നമുക്ക് അവന്റെ ക്രോബാർ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ റെപ്യൂട്ടേഷൻ പോകും ഗൈസ്, അതാണ് പ്രശ്നം. പക്ഷെ ഗൈസ് ഇവനെ കൊല്ലാൻ പോവാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. അവനെ ഞാൻ കൊന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗൈസ് ഇവനെ വേഗം സെർച്ച് ചെയ്തിട്ട് വേഗം നമ്മുടെ ഡംസ്റ്ററിൽ കൊണ്ടിട്ടെ. ഓക്കെ ലെറ്റ്സ് ഗോ. കണ്ടോ ഗൈസ് അവിടെ ക്രോബാർ എടുക്കണത്. അപ്പൊ ഇപ്പൊ നമുക്കുള്ള ഗൈസ് പുതിയ സ്ഥലം അൺലോക്ക് ആക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോ ചെയ്യണത് ഭയങ്കര അധികം തെറ്റാണ്ട ഗൈസ്. പക്ഷെ സീനിലെ ഗൈസ് നമുക്ക് ജീവിച്ചാലേ പറ്റൂ. അപ്പൊ ഞാൻ എന്തായാലും തന്നെ ആ സ്ഥലം ഒന്ന് പോയി അൺലോക്ക് ചെയ്യട്ടെ. എന്നിട്ട് നമ്മുടെ ഷോപ്പൊക്കെ ഇനി ഓപ്പൺ ചെയ്യട്ടെ ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. സോംബികളെ സൗണ്ട്. ഊനോ ഗൈസ് ഇതിൽ മൊത്തം സോംബികളാണ്. ചാവട ഗൈസ്. നമ്മളെ പാറ്റേൺ എടുക്കാം, അതാണ് നല്ലത്. ചാവട. ഓക്കെ ഗൈസ് 3 പേരെ ഞാൻ അങ്ങനെ കൊന്നിട്ടുണ്ട്. ഊനു ഗൈസ് ഇവർ അതിന്റെ ഉള്ളിലായിരുന്നു ഇത്രയും കാലം. ഗൈസ് ഇത് കണ്ടോ, ഇവിടെ നമുക്ക് കാര്യമായിട്ട് എന്തോ ചെയ്യാണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവന്മാര് സെർച്ച് ചെയ്തിട്ട് ഇവന്മാരൊന്ന് നമ്മുടെ വേസ്റ്റ് കുഴിലൊന്ന് കൊണ്ട് തള്ളട്ടെ ഗൈസ്. ഓക്കെ ഇവന്റെ ഗൺ പൗഡർ ബീറൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ ഞാൻ എന്തായാലും ഇവന്മാരും കൂടി സെർച്ച് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കട്ടെ ഗൈസ്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടുത്തെ പരിപാടി തുടങ്ങാം. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇത് നമുക്ക് പൊളിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ക്രോബാർ എടുത്തിട്ട് ഞാൻ ഒന്ന് പൊളിക്കട്ടെ ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ അത് ഞാൻ പൊളിച്ചിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഇത് ബ്ലൂ പ്രിന്റ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് ഇത് എന്തോ ബ്ലൂ പ്രിന്റ് ആണ്. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ലേൺ ചെയ്യാൻ പോകണ്ട ഗൈസ്. ലെറ്റ്സ് നമുക്ക് എന്തോ വുഡൻ ഷെൽഫ്. ഗൈസ് നമുക്ക് വുഡൻ ഷെൽഫിന്റെ എന്തോ സംഭവം കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് നമുക്ക് വുഡൻ ഷെൽഫ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അപ്പൊ നമുക്ക് പ്ലാങ്ക് ഉണ്ടെങ്കിൽ ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് പ്ലാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇതും കൂടി ഒന്ന് പൊളിച്ചു നോക്കട്ടെ. നമുക്ക് വേറെ എന്തെങ്കിലും ബ്ലൂ പ്രിന്റ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് നമുക്ക് 4 പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത് നമുക്ക് അവിടെ കൊണ്ട് വെക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കട്ടെ ഗൈസ് ഇവിടെ ആയിട്ട് ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഉണ്ട്. ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഇവിടെ കൊണ്ടിടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അങ്ങനെയാണ് ഗൈസ് അങ്ങനെ. അപ്പൊ ഞാൻ എന്തായാലും 4 പ്ലാങ്ക് ഒന്ന് ഇവിടെ കൊണ്ടുവിട്ടെ. നമുക്ക് ഒരു ഷെൽഫ് ഉണ്ടാക്കാനായിട്ട് ഏകദേശം 2 പ്ലാങ്ക് മതി. അപ്പൊ നമുക്ക് 2 ഷെൽഫ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ പ്ലാങ്ക് ഞാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? പിന്നെ നമുക്ക് ഒന്നും വേണ്ട ഗൈസ്, നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഞാൻ ഷെൽഫ് അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇനിയുള്ള ഗൈസ് ഇത് നമുക്ക് ഇവിടെ കൊണ്ട് വെക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് എവിടെ വെക്കണം ഗൈസ്? നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ആയിട്ട് വെച്ചേക്കാം, അതാണ് കുറച്ചുകൂടി നല്ലത്. ഇത് എങ്ങനെയാണ് ഗൈസ് വെക്കേണ്ടത്? ഗൈസ് ഇങ്ങനെയാണ് നമുക്ക് വെക്കേണ്ടത്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇത് നമുക്ക് എന്തായാലും കറക്റ്റ്
കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ഷെൽഫ് ഞാൻ അങ്ങനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ടൊന്ന് ബിൽഡ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, അത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കുള്ള ഗൈസ് ഇത് നമുക്ക് തൊട്ടിപ്പറായിട്ട് വെക്കണോ അതോ നമുക്ക് ഇവിടെ വെക്കണ്ട ഗൈസ്. ഇവിടെ നമുക്ക് എന്തോ ബാസ്കറ്റിന്റെ സ്റ്റാൻഡ് ഒക്കെ വെക്കാനുള്ളതാണ്. അപ്പൊ നമുക്കൊരു കാര്യം ഗൈസ്, നമുക്ക് ഇത് നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അത് ഞാൻ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ കുറെ സംഭവമൊക്കെ ഉണ്ട്, ഒക്കെ നമുക്ക് എന്തായാലും ഇവിടെ കയറ്റേക്കാം. ഓക്കെ ലേസ്കോ, കണ്ടോ ഗൈസ്, ഇപ്പൊ നമുക്ക് കുറെ അധികം ഷെൽഫ് ആയിട്ടുണ്ട്. അല്ല ഗൈസ്, നമുക്ക് നമ്മുടെ ഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ പണി നോക്കാം ഗൈസ്. ഓക്കെ ലേസ്കോ, ഇവിടെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ട്. ഇതിന്ന് നമുക്ക് പ്ലാൻ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഷെൽഫ് ഉണ്ടാക്കി വെക്കാം. ഗൈസ്, വേറെ 2 പ്ലാൻ കിട്ടിയിട്ടുണ്ട്. ലേസ് ഗോ. ഓക്കെ, പിന്നെ നെയിലും കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ബോക്സ് ഉണ്ട് ഗൈസ്. ഇതും കൂടി നമുക്കൊന്ന് പൊളിച്ചു നോക്കിയേക്കാം. ഗൈസ്, നമുക്ക് വേറെ ബ്ലൂ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. എന്താണ് നെയിൽ പ്ലാങ്ക്. ഇത് നമ്മുടെ ബാറ്റില് ഗൈസ്, നമ്മുടെ കയ്യിലിരിക്കണ ബാറ്റ് കണ്ടോ ഗൈസ്, മുള്ളുള്ള ബാറ്റ്. അപ്പൊ ഇത് നമുക്ക് ഉണ്ടാക്കണ്ട ഗൈസ്, ഇത് നമുക്ക് എന്തായാലും ഉണ്ടാക്കണ്ട. നമുക്കൊരു കാര്യം, നമുക്ക് ഷെൽഫ് ഉണ്ടാക്കാം. ഷെൽഫ് ഉണ്ടാക്കണതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഇവിടെ നമുക്ക് ടാപ്പ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ നെയിലും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലും സെല് ചെയ്യണം കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും കുറെ സാധനങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആരെങ്കിലും വന്നിട്ടാ ഗൈസ്? ഇല്ല ഗൈസ്, ഒരു കസ്റ്റമർ പോലും ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല കേട്ടോ ഗൈസ്. അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പണി ചെയ്തേക്കാം. ഓക്കെ, പ്ലാങ്ക് ഞാൻ എന്തായാലും കൊണ്ടിട്ടിട്ട് ഒരു ഷെൽഫും കൂടി ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പ്ലാങ്ക് ഞാട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ്, നമുക്ക് ഈ നെയിൽ ബാറ്റ് വേണമെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യാം. പക്ഷെ അത് വേണ്ട ഗൈസ്, അത് നമ്മുടെ ഓൾറെഡി ഇല്ലേ. അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ അടുത്ത വർക്ക് ബെഞ്ച് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഗൈസ്, നമ്മുടെ റോബി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവൻ എന്താണ് കൊണ്ടുവന്നുള്ളത് നോക്കട്ടെ ഗൈസ്. ഗൈസ്, ഇവൻ നമുക്ക് മെറ്റലാണ് കൊണ്ടുവന്നിരിക്കണത്. ഗൈസ്, കസ്റ്റമേഴ്സ് ഒക്കെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണ്ട ഗൈസ്. ഞാൻ വേഗം പോയിട്ട് അതൊന്ന് ഡീൽ ചെയ്യട്ടെ. ഗൈസ്, ഇവള് ബീറാണ് എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് 15 ബാറ്ററി കിട്ടിയിട്ടുണ്ട്. സെറ്റ് ആയിട്ട് ഗൈസ്, സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരാണ് ഗൈസ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇത് ഇവിടെ വെച്ചിട്ട് ഞാൻ ഇതൊന്നും ബിൽഡ് ചെയ്യട്ടെ ഗൈസ്. ഇത് നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് തന്നെ വെക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഇത് ഞാൻ അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവമൊക്കെ ഇതിൽ കയറ്റിയേക്കാം. ഓക്കെ, എന്നിട്ട് ഞാനുള്ള ഗൈസ് ഇവനൊന്ന് പറഞ്ഞേക്കട്ടെ. ഓക്കെ ഗൈസ്, അവർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, പുതിയൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇവൻ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എടാ, ബാൻഡേജ് എടുക്കാം. ബാൻഡേജ് പ്ലീസ് പ്ലീസ് പ്ലീസ്. ഗൈസ്, ഇവൻ ഹാമർ എടുത്തിട്ടുണ്ട്. ഹാമർ നല്ല പൈസയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഗൈസ്, $10 സോറി 10 ബാറ്ററി. ഓക്കെ, 10 ബാറ്ററി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇപ്പൊ നമ്മുടെ 157 ബാറ്ററി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഈ സിറ്റി ഗേറ്റ് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും സിറ്റി ഗേറ്റ് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് അൺലോക്ക് ചെയ്യണം ഗൈസ്, കാരണം അതാണ് നമ്മുടെ അടുത്ത ക്വിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് അൺലോക്ക് ചെയ്തപ്പോ നമുക്ക് പുതിയ സ്ഥലങ്ങൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇവിടെ സോംബി ഹോർഡ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ 25 ബാറ്ററി കൊടുക്കണം. ഓക്കെ ലെറ്റ്സ് ഗോ. 25 ബാറ്ററി ഇപ്പൊ വേണ്ട ഗൈസ്. ഇപ്പൊ നമുക്ക് എന്താ ക്ലിയർ ചെയ്യണ്ട. ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ഗൈസ്, ഈ ഹണ്ടിങ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബിയർ ട്രാപ്പ്, അതേപോലെ സ്ലീപ്പിംഗ് ബാഗ്, മേക്ക് ഷിഫ്റ്റ് ബോ കിട്ടും, നൈഫ്, വെപ്പൺ ട്രാക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടേക്ക് നമ്മുടെ പയ്യനെ പറഞ്ഞയച്ചല്ലോ ഗൈസ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്തുണ്ടല്ലോ. ഓക്കെ, ടോംസ് ടൂൾ ഷെഡ്. ഓക്കെ, ഇവിടേക്ക് പോകണമെങ്കിൽ ഗൈസ് നമുക്ക് ഇവിടെ നിന്നാണ് പ്ലാങ്ക് അതേപോലെ സംഭവമൊക്കെ മേടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കുറെ സംഭവം മേടിക്കണ്ട ഗൈസ്. അപ്പൊ ആദ്യമുള്ള ഗൈസ്, ആദ്യം ഞാൻ നമ്മുടെ പയ്യനെ മറ്റോടത്തേക്ക് പറഞ്ഞേക്കട്ടെ. ഗൈസ്, അവൻ ജോലിക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പറ്റില്ല ഗൈസ്, നമുക്ക് അവൻ വന്നിട്ടെല്ലാം സെറ്റ് ചെയ്യാം. ഗൈസ്, ഇവിടെ ഇട്ട് ബോക്സ് ഉണ്ട്. അപ്പൊ ഇതും കൂടി നമുക്കൊന്ന് പൊളിച്ചേക്കട്ടെ ഗൈസ്. ഇതിൽ നമുക്ക് പ്ലാൻ കിട്ടുകയാണെങ്കിൽ സെറ്റ് ചെയ്യുന്നില്ല ഗൈസ്. അല്ല ഗൈസ്, നമുക്ക് ഒരു ബീർ കിട്ടിയിട്ടുണ്ട്. ലേസ് ഗോ. ബീർ അല്ല ഗൈസ്, അത് വൈനാണ്. അപ്പൊ വൈൻ എത്രയാണ്? ഊന്നു ഗൈസ്, കണ്ടു, വൈൻ 50 ബാറ്ററി. ലേസ് ഗോ ഗൈസ്, വൈൻ 50 ബാറ്ററി വെച്ച് കിട്ടും. ലേസ് ഗോ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഈ കസ്റ്റമറിനൊന്ന് പറഞ്ഞേക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ആ കസ്റ്റമറിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇവിടെ ഇട്ട് ബോക്സ് ഉണ്ട്. അപ്പൊ ഇതും കൂടി ഞാനൊന്ന് പൊട്ടിക്കട്ടെ ഗൈസ്. ഓക്കെ, നമുക്ക് ടിന്നഡ് ഫ്രൂട്ട്. ഓക്കെ, ടിന്നഡ് ഫ്രൂട്ട്, അതേപോലെ ബീർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാനൊന്ന് ഷെൽഫിലൊന്ന് കയറ്റട്ടെ. ഓക്കെ ലേസ് ഗോ. അത് ഞാൻ അങ്ങനെ ബില്ലടിച്ച് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആള് വേം വരൂ. മെറ്റലിന് എത്രയാണ് ഗൈസ്? ഓക്കെ, മെറ്റലിന് 8 ബാറ്ററിയാണ്. ഓക്കെ, സീനില്ല. മെറ്റൽ അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ്. ഇതൊക്കെ നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് കയറ്റേക്കാം. ഈ ടിന്നഡ് ഫ്രൂട്ടിന് അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കിയേക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. എത്രയാണ് ഗൈസ് ടിന്നഡ് ഫ്രൂട്ടിന്? എത്രയാണ് ടിന്നഡ് ഫ്രൂട്ടിന്? ഏകദേശം $12. ഓക്കെ, കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? ഇല്ല ഗൈസ്, വേറെ ഒന്നും തന്നെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്തോ അപ്ഗ്രേഡ് ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ക്രാഫ്റ്റിംഗിൽ നമുക്ക് ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അൺലോക്ക് ദ എബിലിറ്റി ടു ക്രാഫ്റ്റിംഗ് ബാൻഡേജ്. നമുക്ക് ബാൻഡേജ് ഉണ്ടാക്കാൻ പറ്റും. ബാൻഡേജിനുള്ള ഗൈസ് $15 ആണ്. അപ്പൊ നമുക്ക് ബീർ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ബാൻഡേജ് ഉണ്ടാക്കാൻ പറ്റും. ബീറിന് ഏകദേശം 15 ബാറ്ററി ആണ് ഗൈസ്. അപ്പൊ ബാൻഡേജിന് എത്രയാണ്? ബാൻഡേജിന് 15 ഗൈസ്. അപ്പൊ ഇത് ഉണ്ടാക്കിയോണ്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം അത് ഉണ്ടാക്കി നോക്കട്ടെ ഗൈസ്. നമുക്ക് ലാഭം ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. ഗൈസ്, രാത്രി അവറായിട്ടുണ്ട്. പറഞ്ഞില്ല ഗൈസ്, ഈ സോംബികൾ ഇത് വന്നോണ്ടിരിക്കുകയാണ്. ഇവരെ മൊത്തം ഒന്ന് കൊല്ലട്ടെ ഗൈസ്. ബട ഇങ്ങോട്ട് ഗൈസ്. ഒരാളെ കൊന്നിട്ടുണ്ട്. അടുത്താള് രാത്രി ആയാലാണ് ഗൈസ് ഈ സോംബികൾ ഇങ്ങനെ പെട്ടെന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഈ പെണ്ണിനും കൂടി പറഞ്ഞിട്ട് ഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് സോംബികളൊക്കെ കൊല്ലാൻ നിൽക്കാം. ഓക്കെ ഗൈസ്, ആ കുട്ടിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എല്ലാ സോംബികളും കൊല്ലാൻ നിൽക്കട്ടെ ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. ബാറ്റ് എടുത്തോ. ഇപ്പൊ സോംബികളൊക്കെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ്, ഇപ്പാരും കാണാനല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. ആ സോംബികൾ എന്തായാലും സെർച്ച് ചെയ്തേക്കാം. അപ്പയ്ക്കും വേറെ സോംബികൾ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഇതിന്റെ മുകളിലായിട്ട് എന്തോ സംഭവം ഉണ്ട്. അപ്പൊ അതെന്തായാലും നമുക്ക് നാളെ രാവിലെ സെറ്റ് ആക്കട്ടെ ഗൈസ്. ഓക്കെ, നമുക്കൊരു ക്ലോത്തും അതേപോലെ ഗൺ പൗഡറും കിട്ടിയിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് സെർച്ച് ചെയ്തേക്കാം. കണ്ടോ ഗൈസ്, നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്തിടുമ്പോ നമ്മുടെ ടൈം ഓണിലെ കണ്ടോ സ്റ്റെക്കായി നിൽക്കാണ്. ഓക്കെ, അതെന്തായാലും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, ഫൈനായിട്ട് ഒരു സോംബി വന്നിട്ടുണ്ട്. ഇവൻ
ഇവനും കൂടി ഞാനൊന്ന് കൊല്ലട്ടെ. ഓക്കെ ലെസ്കോ ഇവനെ ഞാൻ കൊന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗൈസ് ഇവനൊന്ന് സെർച്ച് ചെയ്യട്ടെ. ലെസ്കോ നീ എന്താണ് എനിക്ക് തരാൻ പോണത്? ഓക്കെ ബീറും അതേപോലെ ക്ലോത്ത്. ഓക്കെ ബീറും 2 ക്ലോത്തും ഗൺ പൗഡർ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്, സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ് അപ്പൊ സോംബികളെ മൊത്തം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനുള്ള ഗൈസ് അവിടുത്തെ ലൂട്ട് മൊത്തം ഒന്ന് എടുത്തിട്ടുണ്ട് പറ്റേ. എന്നിട്ട് നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യട്ടെ ഗൈസ്. പിന്നെ ഗൈസ് ഇതിന്റെ മുകളിൽ എന്തുകൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതും കൂടി നമുക്കൊന്ന് കയറി എടുത്തേക്കാട്ടെ ഗൈസ്. ഇവിടെ നമുക്ക് എന്താണ് കിട്ടാന്ന് പറയാൻ പറ്റില്ല. ലെസ്കോ നമുക്ക് ബീർ ബോട്ടില് ഓക്കെ എത്ര ബീർ ഗൈസ് 8 ബീർ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. ലെസ്കോ ഇതെന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറെ അധികം ബാൻഡേജ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ഗൈസ് ഇനി നമ്മുടെ ബീർ ബോട്ടിൽ ക്യാരി ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ വേറെ 2 കാർഡ്ബോർഡ് ബോക്സ് കൂടി ഉണ്ട്. അത് നമുക്ക് എടുത്തിട്ട് വരാം. അല്ല ഗൈസ് അവിടെ നമുക്ക് ഒരു എക്സ്ട്രാ കാർഡ്ബോർഡ് ബോക്സ് കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ അതൊന്ന് പോയി എടുക്കട്ടെ ഗൈസ്. അങ്ങനെ നമുക്ക് ലാഭമില്ല ഗൈസ്. ഓക്കെ നമുക്ക് വേറെ കാർഡ്ബോർഡ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. ലെസ്കോ ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ഈ ബീർ ബോട്ടിൽ മൊത്തം എടുക്കട്ടെ ഗൈസ്. ഓക്കെ ലെസ്കോ ഇത് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തേക്കാം. ഗൈസ് കണ്ടു ഇന്നത്തെ നമ്മുടെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 140 ആണ്. റവന്യൂ എന്ന് പറയുന്നത് 108 ഗൈസ്. നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നതോറും നമ്മുടെ റിസ്ക് കൂടി വരാന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അങ്ങനെ നമ്മൾ 4ാമത്തെ ഡേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ലെസ്കോ അപ്പൊ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടില്ല. ഷോപ്പ് ഓപ്പൺ ചെയ്താലാണ് നമ്മുടെ ടൈം പോകുള്ളൂ. അപ്പൊ ഇവിടുത്തെ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഷോപ്പ് ഓപ്പൺ ചെയ്യട്ടെ ഗൈസ്. ഓക്കെ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ആണ്. അപ്പൊ ഈ ഗെയിമിന്റെ നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ എല്ലാവർക്കും ബൈ ഗൈസ്.